all, welcome to KS Mentor. അപ്പോൾ നമ്മുടെ ഡിഗ്രി എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിലിംസ് എക്സാം നടക്കുകയാണ്. നമ്മുടെ phase 1 കഴിഞ്ഞു, phase 2 അടുത്ത് നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി phase 3 ഉണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് മെയിൻസ് വരുന്നുണ്ട്. ബാക്കി ഒരുപാട് PSC എക്സാംസ് നമുക്ക് ഇനി അടുത്ത് ലൈനപ്പ് ചെയ്ത് ഇനി ഒന്നിന്റെ പിറകെ ഒന്നായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് അല്ലേ. അപ്പോൾ ആ എക്സാംസിനെല്ലാം തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പോർഷനാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ലൈഫ് സയൻസിനകത്ത് വരുന്ന ഒരു പോർഷനാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. ഡിഗ്രി പ്രിലിംസിനാണെന്നുണ്ടെങ്കിൽ അത് സയൻസ് ആൻഡ് ടെക്കിനകത്ത് ഒരു ചെറിയ ടോപ്പിക് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്കും 10 മാർക്ക് ക്യാരി ചെയ്യുന്ന ലൈഫ് സയൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്താണ് കിടക്കുന്നത്. 10 or 6 ഡിപ്പെൻസ് ഓൺ ദി എക്സാം ഇല്ലേ. അപ്പോൾ ഈ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ ചെറിയൊരു പോർഷനാണ്. നമുക്ക് അതിനകത്ത് പക്ഷെ കുറച്ചധികം കാര്യങ്ങൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. കുറച്ച് കെമിക്കൽ നെയിംസ് ഉണ്ട്, നമ്മുടെ സാധാരണ വൈറ്റമിൻസ് ഉണ്ട്, പിന്നെ അതിന്റെ കെമിക്കൽ നെയിംസ് പഠിക്കണം. ഇനി നെയിംസ് പഠിച്ചതിന് ശേഷം ഇനി അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് വൈറ്റമിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഈ വൈറ്റമിൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും മുന്നേ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിറ്റാമിന്റെ കെമിക്കൽ നെയിം എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി കാരണം എന്ത് ഡിസീസ് നമുക്ക് ഉണ്ടാകുന്നെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാച്ച് ദി ഫോളോയിങ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ലെവലിലും എല്ലാം ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷെ എന്നാലും ഇവഞ്ച്വലി ഇതെല്ലാം താഴെ വന്ന് നിൽക്കുന്നത് നമുക്ക് ഒന്നുകിൽ കെമിക്കൽ നെയിം, ഇല്ലെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ്, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഇതിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചില വൈറ്റമിൻസ് അവരുടെ കെമിക്കൽ നെയിം ഉണ്ട്, അതുപോലെ തന്നെ അത് കാരണം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസും ഉണ്ട്. ഇനി അത് കൂടാഞ്ഞിട്ട് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോകെ പഠിക്കാം. ഇപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് റെറ്റിനോൾ ആണ് തന്നിരിക്കുന്നത്. റെറ്റിനോൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് റെറ്റിനോൾ? ഒരു കെമിക്കൽ നെയിം ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. റെറ്റിനോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏത് വിറ്റാമിൻ ആണ് ഉദ്ദേശിക്കുന്നത്? വിറ്റാമിൻ എ ആണ് അല്ലേ. വിറ്റാമിൻ എയുടെ കെമിക്കൽ നെയിം ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. റെറ്റിനോൾ എന്നോ റെറ്റിനാൽ എന്നോ നമുക്ക് റെറ്റിനോയിക് ആസിഡ് എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിവേ റെറ്റിനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എയുടെ പ്രത്യേകതകളായിട്ട് എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? വിറ്റാമിൻ എ നമ്മുടെ കണ്ണിന്റെ സ്ട്രക്ചറും അതിന്റെ ഫംഗ്ഷനും എല്ലാം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു മേജർ കാര്യമാണ് കണ്ണിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട്. ദി പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ഐ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? വിറ്റാമിൻ എ വേണം. അപ്പോ റെറ്റിനോളിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് ഐയുടെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കരളിൽ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വിറ്റാമിനും വിറ്റാമിൻ എ ആണ്. ഇനി വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസീസ് വരാൻ സാധ്യതയുണ്ടോ? നമ്മൾ ഐയുടെ ഫംഗ്ഷനിങ്ങും ബാക്കി സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്ന സമയം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഐയിൽ വിറ്റാമിൻ എയുടെ ഡെറിവേറ്റീവ്സ് ഉണ്ട്. നമുക്ക് ആ വിറ്റാമിൻ എയുടെ ഡെറിവേറ്റീവ്സ് അതിൽ നിന്ന് ഫോം ചെയ്ത് വന്ന പിഗ്മെന്റ്സും കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കാഴ്ച എന്ന് പറയുന്ന ആ ഒരു സെൻസേഷൻ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിറ്റാമിൻ എ എന്ന് പറയുന്നത് ഐയുടെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ്. അപ്പോൾ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം കണ്ണിനുണ്ടാകുന്ന 2 അസുഖങ്ങളാണ്. ഒരെണ്ണം സിറോഫ്താൽമിയ, മറ്റൊന്ന് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇത് രണ്ടും നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള എക്സാമ്പിൾസ് ആകാം, ഡിസീസസ് ആകാം അല്ലേ. സിറോഫ്താൽമിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്ന ഒരു ഡ്രൈനെസ്സിനെയാണ് നമ്മൾ സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റോഡ് സെൽസിന് ഉണ്ടാകുന്ന തകരാറ് കാരണം നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ, ഡിം ലൈറ്റിൽ നമുക്ക് പ്രോപ്പർലി വിഷൻ പോസിബിൾ ആകാത്ത ആ ഒരു അവസ്ഥയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിറ്റാമിൻ എ ഉണ്ട്. അതിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, അയാളുടെ പ്രോപ്പർ ഫംഗ്ഷനിങ്, റെറ്റിനോൾ കെമിക്കൽ നെയിം, ഡെഫിഷ്യൻസി ഡിസീസ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് കാൽസിഫെറോൾ എന്ന് പറയുന്നത്. എന്താണ് കാൽസിഫെറോൾ എന്ന് പറയുന്നത്? കാൽസിഫെറോൾ റിലേറ്റഡ് ടു സംതിങ് റിലേറ്റഡ് ടു
കാൽസ്യം നമ്മുടെ ബോഡിയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? നമ്മുടെ ബോൺസിലാണ് അല്ലെ? അപ്പോ ബോൺസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതോ ഒരു വിറ്റാമിൻ ആണ്. എന്താണത്? വിറ്റാമിൻ ഡി ആണ്. നമ്മുടെ വിറ്റാമിൻ ഡിയുടെ കെമിക്കൽ നെയിം ആണ് കാൽസിഫെറോൾ എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ കെമിക്കൽ നെയിം ആണ് കാൽസിഫെറോൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംതിങ് റിലേറ്റഡ് ടു ബോൺസ് ഇല്ലേ? കാൽസ്യം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് നേരെ നമ്മുടെ ബോൺസിലേക്ക് പോകണം നമ്മുടെ ശ്രദ്ധ. കാരണം എന്താണ്? നമ്മുടെ ബോൺസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കോമ്പൗണ്ട് ആണ് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് നമ്മുടെ ബോണിന്റെ മെജോറിറ്റി ഭാഗവും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കാൽസ്യം ഫോസ്ഫേറ്റിൽ എന്തുണ്ട്? കാൽസ്യം ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് കാൽസിഫെറോളിന്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്? ബോൺ സ്ട്രെങ്ത്, പ്രോപ്പർ ബോൺ സ്ട്രെങ്തും റിജിഡിറ്റിയും എല്ലാം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമ്മുടെ സ്കിന്നിൽ സ്വയം നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ട്? UV റേസ് ഇല്ലേ? നമ്മുടെ സൺലൈറ്റ് ഡയറക്ട്ലി നമ്മുടെ സ്കിന്നിലേക്ക് വന്ന് പതിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ തന്നെ ഡയറക്ട്ലി നമുക്ക് എന്ത് സിന്തസൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും? നമുക്ക് വിറ്റാമിൻ ഡിയുടെ സിന്തസിസിന് സാധിക്കും. അപ്പോൾ വിറ്റാമിൻ ഡി നമ്മുടെ എല്ലുകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഡി. എന്താണ് വിറ്റാമിൻ ഡി കാരണം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിസീസസ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് റിക്കറ്റ്സ് ആണ്. രണ്ടാമത്തേത് ഓസ്റ്റിയോമലാസിയ. ഇത് രണ്ടും നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിക്കറ്റ്സ് ആയാലും ഓസ്റ്റിയോമലാസിയ ആയാലും ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാൽസിഫെറോൾ എന്ന് പറയുന്ന വിറ്റാമിൻ ഡിയുടെ കെമിക്കൽ നെയിം ആണ്. അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുമ്പോൾ റിക്കറ്റ്സും ഓസ്റ്റിയോമലാസിയയുമാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്നത് ടോക്കോഫെറോൾ ആണ് ഇല്ലേ? ടോക്കോഫെറോൾ എന്ന് പറയുമ്പോൾ എന്താണ് ടോക്കോഫെറോളിന്റെ നമ്മൾ സാധാരണ പറയുന്ന വിറ്റാമിൻ ഇ ആണ് അല്ലെ? വിറ്റാമിൻ ഇയുടെ നമ്മുടെ കെമിക്കൽ നെയിം ആണ് ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. ഈ ഒരു ടോക്കോഫെറോളിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ അഥവാ ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് വളരെയധികം അത്യാവശ്യമാണ്. ഒരു ആന്റി ആക്സിഡന്റ് ആണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ഇല്ലേ? അപ്പൊ നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെന്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? നമ്മൾ പച്ച കളറിലുള്ള ഒരു ക്യാപ്സ്യൂൾ, ആ ക്യാപ്സ്യൂൾ കഴിക്കുന്ന സമയം നമുക്ക് എപ്പോഴും യങ് ആയിട്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പരസ്യമൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ എപ്പോഴും യങ് ആയിട്ടൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ് ഇല്ല. ഏജിങ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അത് കുറച്ച് ഡിലേ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ ടോക്കോഫെറോൾ എന്ന് പറയുന്ന ഈ ഹൈലി പൊട്ടന്റ് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ്, അതിന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിസീസ് എന്താണ്? സ്റ്റെറിലിറ്റി. കാരണം എന്താണ്? നമ്മുടെ സെക്സ് ഓർഗൻസ്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഹെൽത്തിന് വേണ്ടി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് ഈ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഫംഗ്ഷനിങ് എന്തെങ്കിലുമൊക്കെ ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം അത് സ്റ്റെറിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് ഫില്ലോക്വിനോൺ എന്ന് പറയുന്നത്. ഫില്ലോക്വിനോൺ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഫില്ലോക്വിനോൺ? നമ്മുടെ വിറ്റാമിൻ കെയുടെ കെമിക്കൽ നെയിം ആണ് ഫില്ലോക്വിനോൺ എന്ന് പറയുന്നത് അല്ലെ? ഫില്ലോക്വിനോൺ വിറ്റാമിൻ കെയുടെ കെമിക്കൽ നെയിം ആണ്. ഇനി ഈ വിറ്റാമിൻ കെയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യമാണ്. എന്ത്? വിറ്റാമിൻ കെ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ്, ഇപ്പൊ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഏറ്റവും അത്യാവശ്യമാണ് വിറ്റാമിൻ കെ എന്നുണ്ടെങ്കിൽ അതിന് ഡെഫിഷ്യൻസി കാരണം നമുക്ക് എന്ത് സംഭവിക്കാം? നമുക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിൽ താമസമോ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥയോ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ബ്ലഡ്
നമ്മൾ സാധാരണഗതിയിൽ നമുക്കൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യണം. ഇനി അങ്ങനെ ക്ലോട്ട് ചെയ്യാതെ ആകുന്ന അവസ്ഥകളുണ്ട് അല്ലേ? ഒന്നൊരു ജനറ്റിക് ഡിസോർഡർ ആണ് ഹീമോഫീലിയ എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയാണത്. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഇനി അതല്ലാണ്ട് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിൽ വരുന്ന താമസം, അല്ലെങ്കിൽ നമുക്ക് അൺകൺട്രോളബിൾ ആയിട്ട് ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നത്, ക്ലോട്ട് ചെയ്യാണ്ട് ബ്ലഡ് ഒഴുകുന്നതിന് നമ്മളൊരു പേര് പറയാറുണ്ട്. എന്താണത്? ഹെമറേജ് ഇല്ലേ? നമുക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത ആ ഒരു അവസ്ഥ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ഫ്ലോ വരുന്നത് ഹെമറേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫില്ലോക്വിനോൺ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ കെ ആണ്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുകയാണ്. ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഹെമറേജിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇനി ഞാൻ ഇപ്പൊ പറഞ്ഞ ഇത്രയും വിറ്റാമിൻസ്, റെറ്റിനോൾ, കാൽസിഫെറോൾ, ടോക്കോഫെറോൾ, ഫില്ലോക്വിനോൺ എന്ന് പറയുന്ന ഇത്രയും വിറ്റാമിൻസ്, ഈ ഇത്രയും വിറ്റാമിൻസ് എന്താണ് അവര്? നമ്മൾ വിറ്റാമിൻസിനെ ഒരു പ്രത്യേക രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഫാറ്റ് സോളബിൾ വിറ്റാമിൻസ് എന്നും വാട്ടർ സോളബിൾ വിറ്റാമിൻസ് എന്നും നമ്മൾ വിറ്റാമിൻസിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഈ എ, ഡി, ഇ, കെയും അതുപോലെ തന്നെ ബിയും സിയും ചേർന്ന മറ്റൊരു സെറ്റ് ഓഫ് വിറ്റാമിൻസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഡിവിഷൻ ഇല്ലേ? അപ്പോ ഞാൻ ഈ പറഞ്ഞ ഈ വിറ്റാമിൻസ് എ, ഡി, ഇ, കെ അവരെന്താണ്? അവര് ഫാറ്റ് സോളബിൾ വിറ്റാമിൻസ് ആണ് അല്ലേ? എല്ലാവരും ഫാറ്റ് സോളബിൾ വിറ്റാമിൻസ് ആണ്. ഇനി നമുക്ക് വാട്ടർ സോളബിൾ വിറ്റാമിൻസ് ഉണ്ട്. വാട്ടർ സോളബിൾ വിറ്റാമിൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബിയും സിയും. വിറ്റാമിൻ ബി കോംപ്ലക്സിൽ വരുന്ന കുറച്ചധികം വിറ്റാമിൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ സി. ഇവര് രണ്ടുപേരുമാണ് നമ്മുടെ വാട്ടർ സോളബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ്. ഇനി ഈ വാട്ടർ സോളബിൾ വിറ്റാമിൻസിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി നമുക്ക് ആദ്യം നടന്ന 10th പ്രിലിംസ് എക്സാം, അതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് പല നമുക്ക് 5 ഫേസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ നടന്നത്, എക്സാം നടന്നത്. 5 ഫേസിലായിട്ട് മാറിയും തിരിച്ചും ഒക്കെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നമുക്ക് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്ന വിറ്റാമിൻ ഏതാണ്? അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ ഏതാണ്? അല്ലെങ്കിൽ ഭക്ഷണം കഴുകുന്ന സമയം നമുക്ക് നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ പാകം ചെയ്യുന്ന സമയം നഷ്ടപ്പെടുന്ന, എന്നെല്ലാം ചെയ്ത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വിറ്റാമിൻ ഏതാണ് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. എന്താണ് അതിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്? അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ സോളബിലിറ്റി ആണ്. കാരണം വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് എന്നുണ്ടെങ്കിൽ അത് യൂറിനിലൂടെ ഡെഫിനറ്റ്ലി എക്സ്ക്രീറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴുകുമ്പോഴോ പാകം ചെയ്യുമ്പോഴോ എല്ലാം അത് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഡിസോൾവ് ആയി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ നമ്മുടെ വിറ്റാമിൻ ബി കോംപ്ലക്സും സിയും ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ്? ഇതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ വിറ്റാമിൻ B1. വിറ്റാമിൻ B1 എന്ന് പറയുമ്പോൾ എന്താണ്? തയമിൻ ആണ് അല്ലേ? വിറ്റാമിൻ B1ന്റെ കെമിക്കൽ നെയിം ആണ് തയമിൻ എന്ന് പറയുന്നത്. ഈ ഒരു വിറ്റാമിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് ബെറി ആണ്. നമ്മുടെ ഈ കഴിഞ്ഞ ഡിഗ്രി മെയിൻസ് എക്സാംസിന് പോലും ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നു. ബെറി, പെല്ലഗ്ര എല്ലാം ചോദിച്ചതാണ്. അപ്പോ നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ബെറി, പെല്ലഗ്ര, ബി കോംപ്ലക്സിനകത്ത് വരുന്ന വിറ്റാമിൻസിന്റെ കെമിക്കൽ നെയിം, അവരുടെ എന്താ പറയുക ഡെഫിഷ്യൻസി ഡിസീസ് എല്ലാം നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പോ നമുക്ക് B1ന്റെ കെമിക്കൽ നെയിം ആണ് തയമിൻ എന്ന് പറയുന്നത്. ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് ബെറി ആണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നതാണ് B3 എന്ന് പറയുമ്പോൾ ഏതാണ്? നിയാസിൻ ആണ് വിറ്റാമിൻ B3യുടെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. അതിന്റെ നമ്മുടെ നിയാസിൻ അല്ലെങ്കിൽ നയസിനമൈഡ്, അതിന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡെഫിഷ്യൻസി ഡിസീസ് ആണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. അഗെയിൻ ഒരു റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. നിയാസിന്റെ അല്ലെങ്കിൽ നമ്മുടെ വിറ്റാമിൻ B3യുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പാന്തനോൾ. നമ്മുടെ വിറ്റാമിൻ B5ന്റെ കെമിക്കൽ നെയിം ആണ് പാന്തനോൾ എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ്?
പരസ്തീഷ്യ ആണ് പാന്തനോളിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്. വിറ്റാമിൻ B5ന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് പരസ്തീഷ്യ. ഇനി B6 ഉണ്ട്, കെമിക്കൽ നെയിം എന്ന് പറയുന്നത് പിരിഡോക്സിൻ ആണ്. B6ന്റെ കെമിക്കൽ നെയിം ആണ് പിരിഡോക്സിൻ എന്ന് പറയുന്നത്. അതിന്റെ നമ്മുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഈ പിരിഡോക്സിന്റെ കുറവ് കാരണം നമുക്ക് എന്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്? അനീമിക് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. മീൻസ് നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞിട്ട് RBCയുടെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്ന ആ ഒരവസ്ഥ. നമുക്ക് എന്താണ് സംഭവിക്കുക? അനീമിയ സംഭവിക്കും B6ന്റെ അപര്യാപ്തത ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് വിറ്റാമിൻ B9, ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് അഗെയിൻ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ വിറ്റാമിൻ ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ് ഉണ്ടാകുക. B9ന്റെ ഡെഫിഷ്യൻസി കാരണം, ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിസീസ് ആണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനം നമ്മുടെ വിറ്റാമിൻ എന്ന് പറയുന്നത് ഏതാണ്? ascorbic acid ആണ്. ascorbic acid or vitamin C. അപ്പോ ascorbic acid അഥവാ നമ്മുടെ വിറ്റാമിൻ സി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വിറ്റാമിൻ ആണ്. നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനായാലും നമ്മുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റിക്കായാലും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്ന് വിറ്റാമിൻ സിയെ വിളിക്കാറുണ്ട്. കാരണം എന്താണ്? നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴാണ് വിറ്റാമിൻ സിയുടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം കിട്ടുന്നതും നമുക്ക് നഷ്ടപ്പെടാണ്ട് പോകാണ്ട് മാക്സിമം നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതും ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴാണ് അല്ലേ. അപ്പോ നമ്മുടെ ഈ വിറ്റാമിൻ സിയുടെ ഏറ്റവും മേജർ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സിട്രസ് ഫ്രൂട്ട്സ് ആണ്. നമ്മുടെ നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് പോലത്തെയുള്ള സിട്രസ് ഫാമിലിയിൽപ്പെട്ട ഫ്രൂട്ട്സ് ആണ് നമ്മുടെ ഈ ഒരു വിറ്റാമിൻ സിയുടെ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. ഇനി ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? സ്കർവി ആണ് നമുക്ക് ഈ ഒരു വിറ്റാമിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിസീസ് എന്ന് പറയുന്നത് സ്കർവി എന്ന് പറയുമ്പോൾ നമ്മുടെ നാവികരുടെ പ്ലേഗ് അല്ലെങ്കിൽ സെയിലേഴ്സ് പ്ലേഗ് എന്ന് നമ്മൾ പറയാറുള്ള ഒരു ഡിസീസ് ആണ് സ്കർവി എന്ന് പറയുന്നത്. ഇനി അതിന്റെ കെമിക്കൽ നെയിം, നമ്മുടെ വിറ്റാമിൻ സിയുടെ കെമിക്കൽ നെയിം ആണ് അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് നമുക്ക് വിറ്റാമിൻ B കോംപ്ലക്സിനകത്ത് നമുക്ക് കുറച്ചധികം വിറ്റാമിൻസ് കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡെഫിഷ്യൻസി ഡിസീസസ് വരുന്ന വിറ്റാമിൻസ് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് B1 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് B2 വരുന്നുണ്ട് അല്ലേ. അപ്പൊ വിറ്റാമിൻ B2ന്റെ കെമിക്കൽ നെയിം ആണ് റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് B3 ഉണ്ട്, നിയാസിൻ. B4 അല്ല, B5, B6, B7 ഉണ്ട്. B7ന്റെ കെമിക്കൽ നെയിം എന്താണ്? B7ന്റെ കെമിക്കൽ നെയിം നമ്മുടെ B7ന്റെ കെമിക്കൽ നെയിം എന്താണ്? B7ന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ബയോട്ടിൻ ആണ് അല്ലേ. ബയോട്ടിൻ ആണ് നമ്മുടെ B7ന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. ബയോട്ടിൻ എന്താണ്? ബയോട്ടിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തലമുടിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നഖത്തിന്റെയും എല്ലാം ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എലൈസ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ B7 എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് B7 ഉണ്ട്, B8 ഇല്ല, B9 ഉണ്ട്, നമ്മുടെ ഫോളിക് ആസിഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അവസാനം B12 ഉണ്ട്. B12 എന്താണ്? സയാനോകൊബാലമീൻ ആണ്. എന്ത്? നമ്മുടെ B12 എന്ന് പറയുന്നത് സയാനോകൊബാലമീൻ ആണ് നമ്മുടെ വിറ്റാമിൻ B12 എന്ന് പറയുന്നത്. അപ്പോ ഇത്രയുമാണ് നമ്മുടെ വിറ്റാമിൻസ്, അവരുടെ ഡെഫിഷ്യൻസി ഡിസീസ്, അതുപോലെ തന്നെ അവരുടെ കെമിക്കൽ നെയിം. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു എക്സാമിന് പോകുന്നതിന് തൊട്ട് മുന്നേ ഓർത്ത് വെച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് വിറ്റാമിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിട്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വരുന്ന മേജർ ടോപ്പിക് ആയിട്ടുള്ള വിറ്റാമിൻസ് ആണ്. ജസ്റ്റ് ചെറുതായിട്ട് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അവരുടെ കെമിക്കൽ നെയിമും അതുപോലെ തന്നെ അവരുടെ ഡെഫിഷ്യൻസി ഡിസീസസും ചെറുതായിട്ട് നമ്മൾ ഫങ്ഷൻസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തു പോയി. അങ്ങനെ ചെറിയ ഒരു സമയം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒരുപാട് എക്സാംസ് നമുക്ക് വരാനായിട്ടുണ്ട്. ആ എക്സാംസിനെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ആ എക്സാംസിനെല്ലാം ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.